നമസ്കാരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ ആയിരുന്നു വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. IPL-ന് തൊട്ടുമുമ്പ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ശേഷമുള്ള ആഹ്ലാദ നിമിഷങ്ങളിൽ രോഹിത് കോഹ്ലിയോട് നടത്തിയ സംഭാഷണങ്ങളിൽ ഇനി നമുക്ക് വിരമിക്കേണ്ടി വരില്ലല്ലോ എന്നായിരുന്നു. രോഹിത്തിന്റെ വാക്കുകൾ അതേ എന്ന അർത്ഥത്തിൽ കോഹ്ലി തലയാട്ടുകയും ചെയ്തിരുന്നു. വിജയാഘോഷത്തിനിടെ സ്റ്റമ്പുകൾ കൈക്കലാക്കിയ ശേഷം ഗ്രൗണ്ടിൽ കുട്ടികളെ പോലെ ഇരുവരും തുള്ളിച്ചാടി നൃത്തം ചവിട്ടി ആഘോഷിച്ചു. വിരാട് കോഹ്ലിക്കൊപ്പമുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ആഘോഷം ആരാധകർ ഏറ്റെടുത്തതാണ്. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ഇരുവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഞെട്ടിയത് ആരാധകരായിരുന്നു. പരിശീലകൻ ഗൗതം ഗംഭീറുമായുള്ള പ്രശ്നങ്ങൾ, ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനം എന്നിങ്ങനെ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും വിരമിക്കലിന് ആരാധകർ പല കാരണം പറഞ്ഞു. എന്നാൽ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ പ്രധാന കാരണം കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനെന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ ആദ്യവാരം തന്നെ വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കുന്ന കാര്യം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെയും BCCI ഉന്നതരെയും അറിയിച്ചിരുന്നു. കുടുംബവുമായി കൂടുതൽ നേരം ചെലവഴിക്കുന്നതിനായാണ് വിരമിക്കുന്നത് എന്ന് കോഹ്ലി ഇവരെ അറിയിച്ചിരുന്നു. ഇംഗ്ലണ്ട് പര്യടനം വാതിൽക്കൽ നിൽക്കെ കോഹ്ലിയുടെ തീരുമാനത്തോട് BCCI യോജിച്ചില്ല. ധൃതിയിൽ തീരുമാനമെടുക്കരുതെന്നും വിരമിക്കുന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണമെന്നുമാണ് BCCIയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും കോഹ്ലിയോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കോഹ്ലി തീരുമാനത്തിൽ ഉറച്ചുനിന്ന് മെയ് 7-ന് കോഹ്ലി വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനെതിരായ സൈനിക നടപടിയും മൂർച്ഛിച്ച സമയത്ത് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കാൻ BCCI കോഹ്ലിയോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ധാരണ പുറത്തു വന്നതിന് പിന്നാലെ തിങ്കളാഴ്ച വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് കോഹ്ലി BCCIയെയും സെലക്ടർമാരെയും അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് മത്സരം കോഹ്ലി കളിച്ചിരുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് പിന്നാലെയാണ് തീരുമാനം. 2023 ഡിസംബറിലെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുൻപ് കോഹ്ലി കുടുംബത്തിനൊപ്പം ചിലവഴിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പറന്നു. 2024 ഇന്ത്യ T20 ലോകകപ്പ് നേടിയ ശേഷം കോഹ്ലി ഇന്ത്യയിലേക്ക് മടങ്ങിയത് പ്രത്യേക വിമാനത്തിലാണ്. ഇന്ത്യയിൽ ടീമിനൊപ്പം ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം ഇതേ വിമാനത്തിൽ കോഹ്ലി ഇംഗ്ലണ്ടിലേക്കാണ് മടങ്ങിയത്. ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 1-3 ടീം തോറ്റതിനു ശേഷം ദൈർഘ്യമേറിയ പര്യടനങ്ങളിൽ 14 ദിവസത്തിൽ കൂടുതൽ ദിവസം കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടുന്നതിന് BCCI വിലക്കിയിരുന്നു. ഇതിൽ അതൃപ്തനായാണ് കോഹ്ലി വിരമിക്കൽ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് റിപ്പോർട്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി 2 തവണ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം കോഹ്ലി നേരത്തെ എടുത്തിരുന്നുവെന്നും പ്രഖ്യാപിക്കാൻ വൈകിയിരുന്നേ ഉള്ളൂവെന്നും ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. തലമുറ മാറ്റം നടക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവാനും മധ്യനിരയിൽ ബാറ്റിംഗിൽ നങ്കൂരമിട്ട് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും കോഹ്ലി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ BCCIക്ക് മറ്റു ചില പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ താൽക്കാലിക ക്യാപ്റ്റൻ എന്ന ആശയത്തെ പിന്തുണച്ചില്ല. അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്ന ഘട്ടത്തിൽ യുവതാരങ്ങളിൽ ഒരാളെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കാനായിരുന്നു ടീം മാനേജ്മെന്റും സെലക്ടർമാരും താൽപര്യപ്പെട്ടത്. ഇതോടെയാണ് കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനത്തിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. മുൻ ടീം മാനേജ്മെന്റുകളുടെ കാലത്ത് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതും കോഹ്ലിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചു. രവി ശാസ്ത്രിയുടെയും രാഹുൽ ദ്രാവിഡിന്റെയും കീഴിലുണ്ടായിരുന്ന മുൻ ടീം മാനേജ്മെന്റുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഗംഭീറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനമടക്കം പുതിയ വെല്ലുവിളികൾ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു. വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയോട് മാത്രമാണ് കോഹ്ലി അഭിപ്രായം തേടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസ് നേതാവും BCCI വൈസ് പ്രസിഡന്റുമായ രാജീവ് ശുക്ലയുമായി കൂടിക്കാഴ്ച നടത്താനിരുന്നെങ്കിലും ഇന്ത്യ-പാക് സംഘർഷത്തെ തുടർന്ന് കൂടിക്കാഴ്ച നടന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയൻ പര്യടനത്തിന് പിന്നാലെ BCCI കളിക്കാർക്ക് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളും കോഹ്ലിയുടെ വിരമിക്കൽ വേഗത്തിലാക്കാൻ കാരണമായെന്ന് സൂചനകളുണ്ട്. വിദേശ പരമ്പരകളിൽ കുടുംബത്തെ കൂട്ടുന്നതിനടക്കം BCCI ഉപാധികൾ വെച്ചിരുന്നു.